മമ്മി, യുവർ ഫോൺ ഈസ് റിംഗിങ്. യുവർ ഫോൺ ഈസ് റിംഗിങ്. ഫോൺ റിംഗ് ചെയ്യാത്ത ഏതെങ്കിലും വീടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു മടിയും കൂടാതെ ഫോൺ റിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാം, യുവർ ഫോൺ ഈസ് റിംഗിങ്. യുവർ ഫോൺ ഈസ് റിംഗിങ്. അവസരങ്ങൾ കാണുമ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. പറയുക. ഒരിക്കലും അവസരങ്ങൾ നിങ്ങളെ തേടി വരും എന്ന് വിചാരിച്ച് നിൽക്കരുത്. അത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് സാഹചര്യങ്ങൾ കാണുമ്പോൾ എടുത്ത് പറയാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത സെൻറ്റൻസ് ആണ്, ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് മഴയല്ലേ, മഴക്കാലാണ് വരാൻ പോകുന്നത്. ഇനി എന്നും പറയാം അല്ലേ, എന്നും പറയാം. വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ വിളിക്കാം, വിളിച്ച് പറയാം, ലുക്ക് ദെയർ, ലുക്ക് ദെയർ, ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. നിങ്ങൾ പറയുമ്പോൾ അവരും പഠിക്കും അല്ലേ. ഇനി അടുത്താണ്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കീറിയ ഷർട്ട് ധരിച്ചു വന്നു വിചാരിക്കാം. അപ്പം നിങ്ങൾ പറയാം, ഓ യുവർ ഷർട്ട് ഈസ് ടോൺ. യുവർ ഷർട്ട് ഈസ് ടോൺ. TORN. ടോൺ. ടോൺ എന്നാൽ കീറിയതാണ്, കീറിയത്. യുവർ ഷർട്ട് ഈസ് ടോൺ. ഓക്കെ. ഇനി അടുത്താണ്, ഷർട്ട് ധരിച്ചിട്ടുണ്ട് പക്ഷേ ബട്ടൺസ് ഓപ്പൺ ആണ്. ബട്ടൺസ് എന്താണ്? ഓപ്പൺ ആണ്. അപ്പോൾ ഇത് പറയണം, ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുമെന്ന് പറയണം. അപ്പോൾ പറയാം, ബട്ടൺ അപ്പ് യുവർ ഷർട്ട്. എന്താണ്? ബട്ടൺ അപ്പ് യുവർ ഷർട്ട്. ബട്ടൺ അപ്പ് യുവർ ഷർട്ട്. ബട്ടൺ അപ്പ് യുവർ ഷർട്ട്. ഇനി അതൊക്കെ പോട്ടെ. അടുത്താണ്, ഷർട്ട് ഓക്കെ ധരിച്ചിരിക്കുന്നു, ബട്ടൺസും ഓക്കെയാണ്, പക്ഷേ മറിച്ചാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ടീഷർട്ട് ആയിക്കോ, ടീഷർട്ട് അല്ലേ, ടീഷർട്ട് മറിച്ചാണ് ഇട്ടിരിക്കുന്നത്. യുവർ ടീഷർട്ട് ഈസ് ഇൻസൈഡ് ഔട്ട്. യുവർ ടീഷർട്ട് നിങ്ങളുടെ ടീഷർട്ട് ഇൻസൈഡ് ഔട്ട്. ഇൻസൈഡ് ഉൾഭാഗം, ഉൾഭാഗം പുറത്താണ്. യുവർ ടീഷർട്ട് ഈസ് ഇൻസൈഡ് ഔട്ട്. ഇനി അടുത്തതാണ്, ആരെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അയാളോട് പറയണം, എന്ന് പറയണല്ലോ, ആ ഷർട്ടിൻ്റെ കൈകൾ ഒന്ന് മുകളിലേക്ക് മടക്കി വെക്കുമെന്ന് പറയണം. ഷർട്ടിൻ്റെ കൈകൾ എന്ത് ചെയ്യണം? മുകളിലേക്ക് മടക്കി വെക്കുമെന്ന് പറയണം. അപ്പോൾ പറയാം, റോൾ അപ്പ് യുവർ സ്ലീവ്സ്. എന്താ പറയുക? റോൾ അപ്പ്. റോൾ അപ്പ് യുവർ സ്ലീവ്സ്. യുവർ സ്ലീവ്സ് എന്തായി? റോൾ അപ്പ് യുവർ സ്ലീവ്സ്. നിൻ്റെ ഷർട്ടിൻ്റെ കൈകളൊന്നും സ്ലീവ്സ് ഒന്നും മടക്കി വെക്കുന്നതായി. ഇനി അടുത്തതാണ്, നിങ്ങളുടെ ഒരു ഫ്രണ്ട് പുതിയ ഷർട്ടും പാൻസൊക്കെ ധരിച്ചു വന്നു. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ മറന്നു. എന്താണ്? പാൻസിൻ്റെ സിബ് ഇടാൻ മറന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാമെന്നറിയോ? സിബ് അപ്പ് യുവർ ഫ്ലൈ. സിബ് അപ്പ് യുവർ ഫ്ലൈ. സിബ് അപ്പ് യുവർ ഫ്ലൈ. നിൻ്റെ പാൻസിൻ്റെ സിബ് ഒന്ന് ഇടുവെന്നായി. ഇവിടെ ഫ്ലൈ എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ പാൻസിൻ്റെ സിബ് ഉണ്ടല്ലോ, അത് കിളിയുടെ മറ്റേ കിളിക്കൂടുണ്ടല്ലോ, കിളിക്കൂടിൻ്റെ ഡോർ പോലെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ഫ്ലൈ എന്ന് പറയാൻ കാരണം. ഓക്കെ. ടേബിളിൻ്റെ മുകളിൽ പ്ലേറ്റ് ഇങ്ങനെ തല കീഴായി വെച്ചിരിക്കുകയാണ്. ടേബിളിൻ്റെ മുകളിൽ പ്ലേറ്റ് തല കീഴായി വെച്ചിരിക്കുകയാണ്. അപ്പം പറയാം, ദ പ്ലേറ്റ് ഈസ് അപ്സൈഡ് ഡൗൺ. ദ പ്ലേറ്റ് ഈസ് അപ്സൈഡ് ഡൗൺ. ഇനി അടുത്താണ്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കുറച്ചൊന്ന് മാറി നിൽക്കും എന്ന് പറയാറില്ലേ? കുറച്ചൊന്ന് മാറി നിൽക്കൂ. ബസ് കയറുമ്പോഴോ അല്ലെങ്കിൽ കാർ കയറുമ്പോഴോ അല്ലേ, സ്ഥലമല്ലെങ്കിൽ കുറച്ച് മാറി നിൽക്കും എന്ന് പറയും. അപ്പം നിങ്ങളിങ്ങനെ പറയാം, പ്ലീസ് മൂവ് എ ബിറ്റ്. പ്ലീസ് മൂവ് എ ബിറ്റ്. ഇത് നിങ്ങളൊരു മടിയും കൂടാതെ പറയണം. അവസരങ്ങൾ കിട്ടുമ്പോൾ ഉപയോഗിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ മടിച്ചിട്ട് നിൽക്കും. അത് ഞാൻ പറഞ്ഞാൽ അവരെന്ത് ചിന്തിക്കുക, പിന്നെ അവർക്ക് ഇതല്ല പണി. അപ്പോൾ നിങ്ങൾക്ക് പറയാം, പ്ലീസ് മൂവ് എ ബിറ്റ്. പ്ലീസ് മൂവ് എ ബിറ്റ്. ഇനി അടുത്താണ്, ഇതൊക്കെ നമുക്ക് വീട്ടിൽ പറയാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. ഇനി കുട്ടികളൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ പറയണം, എന്ത് ചെയ്യണം? ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യൂ എന്ന് പറയണം. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യൂ എന്ന് പറയാം. സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ഇനി ഓൺ ആക്കണമെങ്കിലോ, സ്വിച്ച് ഓൺ ദ ലൈറ്റ്. സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. സ്വിച്ച് ഓൺ ദ ലൈറ്റ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ ആ ലൈറ്റിന് പോലും നമ്മൾ എന്താ പറയുന്നത്? ലൈറ്റ് എന്ന് പറയും അല്ലേ? ലൈറ്റിന് പോലും നമ്മൾ ലൈറ്റ് എന്നാണ് പറയാം. കുട്ടികളത് കേട്ട് കേട്ട് പഠിച്ചു. നമ്മൾ പറയും, ആ ലൈറ്റ് ഒന്ന് ഓഫായിക്കാം. ലൈറ്റ് ഒന്ന് ഓഫാക്ക്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നേരെ വൈകുന്നല്ലേ? ആ നേരം വൈകി ഒന്ന് ഓഫാക്കുമോ? നേരം വൈകിയത് ഒന്ന് ഓഫാക്കുന്നതായി. അപ്പോൾ നമ്മളത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പറയും അല്ലേ? എന്താണ്? സ്വിച്ച് ഓഫ് ദ ലൈറ്റ്.
നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മൾ ലൈറ്റിനെ പറയാം, പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് ലൈറ്റിന് ലേറ്റ് ആക്കും അല്ലേ. അതുപോലെ സൈഡിന് സൈഡ് പറയും അല്ലേ. സൈഡ് SIDE സൈഡ് എന്ന് പറയാം, സൈഡ് എന്ന് പറയും അല്ലേ. സൈഡ്, ലൈറ്റ്. അതുപോലെ ബ്രൈറ്റ് എന്നല്ല, ബ്രൈറ്റ് തിളങ്ങുന്ന അല്ലേ. ഔ ഈ ലൈറ്റ് നല്ല ബ്രൈറ്റ് ആണല്ലോ എന്ന് പറയും അല്ലേ. ദിസ് ലൈറ്റ് ഈസ് വെരി ബ്രൈറ്റ്, ദിസ് ലൈറ്റ് ഈസ് വെരി ബ്രൈറ്റ് എന്നാണ് പറയേണ്ടത്. ഇനി അടുത്താണ്, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ കോൾ ചെയ്യുന്നു, ഫോൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കുകയാണ്, അല്ല നീ ഇന്ന് ജോലിക്ക് പോയിട്ടില്ലേ, നീ ഇന്ന് ജോലിക്ക് പോയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ പറയണം, ഞാൻ ഇന്ന് ലീവിലാണ്, ഞാൻ ഇന്ന് ലീവിലാണ്. അപ്പോൾ പറയാം ഐ ആം ഓൺ ലീവ്, ഐ ആം ഓൺ ലീവ്, ഞാൻ ഇന്ന് ലീവിലാണ്. ഇനി ഞാൻ ഡ്യൂട്ടിയിലാണെന്നാണെങ്കിലോ, ഞാൻ ഡ്യൂട്ടിയിലാണ് എന്ന് പറയുമ്പോൾ ഐ ആം ഓൺ ഡ്യൂട്ടി, ഐ ആം ഓൺ ഡ്യൂട്ടി, ഐ ആം ഓൺ ലീവ്, ഐ ആം ഓൺ ഡ്യൂട്ടി. ഇനി അടുത്തതാണ്, ഓ നിങ്ങൾ എൻ്റെ മനസ്സ് വായിച്ചു, നിങ്ങൾ എൻ്റെ മനസ്സ് വായിച്ചു അല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ അവരത് പറയാറില്ലേ. അപ്പം നമ്മൾ ഓ ഞാൻ ചിന്തിച്ചത് അവൻ പറഞ്ഞല്ലോ അല്ലേ. നിങ്ങൾ എൻ്റെ മനസ്സ് വായിച്ചു. അപ്പോൾ പറയാം യു സ്പോക്ക് ഔട്ട് മൈ മൈൻഡ്, യു സ്പോക്ക് ഔട്ട് മൈ മൈൻഡ്, നിങ്ങൾ എൻ്റെ മനസ്സ് വായിച്ചു, യു സ്പോക്ക് ഔട്ട് മൈ മൈൻഡ്. ഓക്കെ, ഇനി അടുത്തതാണ്, നമുക്കിത് പറയണം, ആ ഡോറ് കുറച്ചൊന്ന് തുറന്നിടൂ പറയണം, ആ ഡോറ് കുറച്ചൊന്ന് തുറന്നിടൂ എന്ന് പറയണം. അപ്പോൾ പറയാം ലീവ് ദ ഡോർ എ ലിറ്റിൽ ഓപ്പൺ, ലീവ് ദ ഡോർ എ ലിറ്റിൽ ഓപ്പൺ, ലീവ് ദ ഡോർ ലിറ്റിൽ ഓപ്പൺ, ആ ഡോറ് കുറച്ചൊന്ന് തുറന്നിടൂ എന്നായി. ഇനി അടുത്തതാണ്, ഞാൻ നിങ്ങളോട് പറയാണ്, അല്ല ഇത് നിങ്ങൾ ഇപ്പോൾ ചെയ്യോ, ഇത് നിങ്ങൾ ഇപ്പോൾ ചെയ്യോ. അപ്പം നിങ്ങൾക്ക് ഇത് വേണം, എന്ത്, ഞാനിത് ചെയ്യും പക്ഷെ ഇപ്പോഴല്ല, ഞാൻ ഇത് ചെയ്യും പക്ഷെ ഇപ്പോൾ അല്ല എന്ന് പറയണം. അപ്പോൾ പറയാം ഐ വിൽ ഡു ഇറ്റ് ബട്ട് നോട്ട് നൗ, ഐ വിൽ ഡു ഇറ്റ് ബട്ട് നോട്ട് നൗ. അപ്പോൾ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ പേജ് നമ്പർ 36, 37 ആൻഡ് 38 ഈ 3 പേജുകളായിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പേജുകളൊക്കെ ജസ്റ്റ് ഓപ്പൺ ആക്കുക, എന്നിട്ട് വായിക്കുക. അതിൽ ഒരുപാട് ഡെയിലി യൂസ് സെൻറ്റൻസുകളുണ്ട്. താങ്ക് യു എവരിവൺ.